എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഗുജറാത്തി ഹണ്ട്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഉണ്ടാക്കി തന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. പച്ചരി ഏത് വേണമെങ്കിലും എടുക്കാം, ബസ്മതി അരി എടുക്കാമെന്നാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് ചനാ ദാലാണ്, അതായത് കടലപ്പരിപ്പ്. പിന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് തൊലി കളഞ്ഞതും, 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും, പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് സോക്കായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കിനി ഇത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ 2 തവണകളായിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. കുറച്ച് കട്ടിയിലാണ് അരയ്ക്കേണ്ടത്. നമ്മൾ അരയ്ക്കാൻ നേരത്തെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പകുതി മാവും കൂടി അരച്ചെടുക്കാം. തൈര് ഞാൻ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്താൽ മതി. അപ്പം നമ്മൾ മുഴുവനും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോഡ ചേർത്തത്. ഇതിനി ഒരു 4-5 മണിക്കൂർ നേരം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതേ സമയം നമുക്കൊരു കടായി ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ കടുകും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ ക്യുമിൻ സീഡ്സ്, പിന്നെ നമ്മളിതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കായമാണ്. ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മണമാണ്, വീട്ടിലൊക്കെ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണമാണ്. കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറുത്തെള്ളും കൂടെ ചേർക്കുന്നുണ്ട്. കറുത്തെള്ള് വെളുത്തെള്ളിനേക്കാട്ടിലും കുറച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കും. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകൊക്കെ ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് മൂപ്പിക്കണ്ട. അപ്പോൾ ഇനി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ നേരം ഇത് ഫെർമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെയിലത്ത് വെച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ട് വെച്ചാലും മതി. നന്നായിട്ട് തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗുജറാത്തിൽ നിന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ കഴിച്ചതാണിത്. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഡയബറ്റീസൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും തന്നെയല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഡിഷാണ്. അപ്പോൾ ഇതിൽ നമ്മളിനി പച്ചക്കറികളൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഹെൽത്തി ആക്കും. അതുപോലെ തന്നെ ഓയിലൊക്കെ വളരെ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിനും എരിവിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, അതായത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഓപ്ഷണലാണ്, ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പച്ചക്കറികൾ ചേർക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർക്കണം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മളിവിടെ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചക്കറികളാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. ഒരു വലിയൊരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തതാണിത് ചേർക്കാം. ക്യാരറ്റോ ക്യാബേജ് ചീര നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കം,
പിന്നെ നമ്മൾ ചേർത്തത് ക്യാപ്സിക്കം ആണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളൊരു സുക്കീനി എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ട് നോക്കാം. സുക്കീനിക്ക് പകരം ലോക്കി എന്ന് പറഞ്ഞിട്ടുള്ള പച്ചക്കറി നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു തടുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും, പച്ചക്കറികളൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം. നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ആ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സുക്കിനിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗവിലും ചെയ്തെടുക്കാം. 2 രീതിയിൽ നമ്മളിത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മുഴുവൻ സുക്കീനിയും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇത് തലേദിവസം തന്നെ ഇങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് വെച്ചിട്ട് രാവിലെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ചെയ്താലും നല്ലതാണ് രാവിലെ. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആവി കയറ്റി എടുത്താലും ഇത് നന്നായിട്ട് തന്നെ വരും. കുറച്ചുകൂടി ഉപ്പ് നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ 2 രീതിയിൽ ബേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ബേക്കിംഗ് ട്രേയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന മാവ് നമുക്ക് കടായിലിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എള്ളിൻ്റെ ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലുള്ള കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു ക്രിസ്പി കോട്ടിങ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ടിന്നും ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്കിത് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ബാക്കി വന്ന മാവ് നമുക്കൊരു തവയിലേക്ക്, നമ്മൾ ആ തടുക്ക ഉണ്ടാക്കിയ ആ തവയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിലിട്ടത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മളിങ്ങനെ കടായിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കേക്ക് പോലെ ഇങ്ങനെ കടായിൽ ഉണ്ടാക്കി എടുത്താലും മതി. കുറച്ച് തടുക്ക അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. വളരെ ഹെൽത്തിയുമാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ചമ്മന്തി, അതുപോലെ തൈര്, അച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പച്ചക്കറികൾ ധാരാളം ഉണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കേക്കാണ്. അതായത് സ്പൈസി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ ഏകദേശം രീതിയിൽ തന്നെ നമ്മൾ റവ വെച്ചിട്ടും ഇതിന് മുൻപ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഓപ്ഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് പുതിയ റെസിപ്പികൾ ചെയ്യുമെന്ന്. അപ്പോൾ അതിൽ മിക്കതും ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ റെസിപ്പിയുടെ പേര് സ്പേസ് ബിൻസീസ് കിച്ചൺ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണത് പറഞ്ഞത്. അപ്പം നമ്മളൊരു 1 മണിക്കൂർ എടുത്തിട്ടാണിത് ബേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്താലും മതി. ഈ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് കൂടുതലായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ റീഹീറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ നമ്മൾ ഷോർട്ടായിട്ടുള്ള വീഡിയോസും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് റെഗുലറായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്